അതിനിടെ ഡോക്ടർ ശശി തരൂരിന് മറുപടിയുമായി കെ മുരളീധരൻ രംഗത്തെത്തി. കോൺഗ്രസിന് നേതൃക്ഷാമമില്ല ഒരു കാലത്തും എന്നുള്ളതാണ് കെ മുരളീധരന്റെ മറുപടി. ദേശീയ രാഷ്ട്രീയത്തിലാണ് ശശി തരൂരിന് കൂടുതൽ സംഭാവന നൽകാൻ കഴിയുക. ഇവിടെ താനടക്കമുള്ള ചെറിയ ആളുകളുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ കണ്ടതിന് മുൻപാണ് ശശി തരൂർ അഭിമുഖം നൽകിയതെന്ന് കരുതുന്നു എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തരൂരിന്റെ ലേഖനത്തെ കാണുന്നത് എങ്ങനെയെന്ന് പിന്നീട് പറയാമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതികരിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായ വോട്ടുകൾ കൊണ്ടാണ്. പാർട്ടിയാണ് നമുക്ക് സീറ്റ് തരുന്നത്, പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് മാത്രം നമ്മൾ മറക്കാൻ പാടില്ല. മുമ്പ് കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു. ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിൻ്റെ എനിക്കറിയില്ല. കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല. ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം. ആരും പാർട്ടിക്ക് പുറത്തു പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിനെ നേരിട്ട് വിളിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ അത് തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും. ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളോട് മാത്രമായിട്ട് പറയുന്നത് ശരിയില്ല, പറയുന്നില്ല. എനിക്ക് മാത്രമല്ല, നമുക്ക് ഒന്ന് പരസ്പരം ബന്ധപ്പെടേണ്ടത് എന്നിട്ടേ നമ്മളൊരു കമൻറ്റ് പറയുള്ളൂ. ഡോക്ടർ ശശി തരൂരിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് CPIM. ശശി തരൂർ പറഞ്ഞത് ശരിയെന്നും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് ശശി തരൂരെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശശി തരൂരിന്റെ അഭിമുഖം കോൺഗ്രസിലെ മാറ്റങ്ങളുടെ തുടക്കമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. ആരെയും ചേർത്ത് നിർത്താൻ ഇന്നത്തെ നേതൃത്വത്തിന് അറിയില്ലെന്ന് KV തോമസ് വിമർശിച്ചു. കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിച്ചുകൊണ്ട് തന്നെ, ആളോഹരി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ലോകത്തെ വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഒരു 10-20 വർഷക്കാലം കൊണ്ട് കേരളത്തെ എത്തിക്കാനാവും. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ആ തലത്തിലേക്ക് കേരളത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് മറികടക്കാനാവില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് തികച്ചും ശരിയായ കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. ഇടത് വഴിയാണോ വലത് വഴിയാണോ എന്നുള്ളത് കേരള രാഷ്ട്രീയം കാണാൻ പോവുകയാണ്. ഞങ്ങൾ എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള യാതൊരു വ്യാപകവും വിശ്വാസവും ഞങ്ങൾക്കില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകിയിട്ടുള്ള താക്കീത് അത് കേരള രാഷ്ട്രീയത്തിലെ ഇനി നമ്മൾ കാണാൻ പോകുന്ന സംഭവ പരമ്പരകളുടെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായി. ഇതിപ്പം ഈ വിവാദമില്ലെങ്കിലും അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യാനുള്ള ഏർപ്പാട് ആദ്യം തന്നെ അവർ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ഇമേജ് അദ്ദേഹത്തിന് ദേശീയ അടിസ്ഥാനത്തിൽ വന്ന അവസാനം ദേശീയ നേതൃത്വം കേരളത്തിലെ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹം വന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇതിപ്പോൾ രൂപപ്പെടുത്തിയത്. ഇതൊരു നാഞ്ച് മാത്രമാണ്, ഒരു നിമിത്തമായതാണ്. കോൺഗ്രസിനൊരു കൾച്ചറുണ്ട്, എല്ലാവരും കൂടെ പിടിക്കുക. ഇന്ന് ആ സ്നേഹബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. പോണവരൊക്കെ പൊക്കോ. ഇപ്പോഴത്തെ തലമുറയുടെ സമീപനം എന്താ? സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ചെയ്യുക, പൊയ്ക്കോ. അത് തന്നെ ശശിധരൻ്റെ പ്രശ്നവും. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരു മുഖമുണ്ട്. ഞാൻ പറഞ്ഞു കോൺഗ്രസ് വിട്ടു പോകരുത്, നിങ്ങളുടെ ഇടം ഇതാണ്. വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ കോൺഗ്രസിൽ നിൽക്കണം. അത് ജനാധിപത്യ പാർട്ടിയാണ്. ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ട് മുന്നോട്ട് പോകണം, കോൺഗ്രസ് നയിക്കണം. ഞാൻ തർക്കമൊന്നുമില്ല ആ കാര്യത്തിലൊന്നും.